ദിവസവും ഹെവി ആയിട്ട് ഫ്ലോ വരികയാണ്. മാസത്തിൽ 5-6 ദിവസം ബ്ലീഡിങ് ഉണ്ടാവുന്നതിന് പകരം എനിക്ക് 15-20 ദിവസം ബ്ലീഡിങ്. എനിക്കൊരു ഗ്യാപ്പ് കിട്ടുന്നേ ഇല്ല. ഒരു 7 ദിവസമെങ്കിലും ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ടൊന്ന് അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയിരുന്നു. എങ്ങനെ പറയുന്ന ഒരുപാട് സ്ത്രീകൾ എൻ്റെ ഒപ്പിയിൽ വരുന്നുണ്ട്. ഇത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ബ്ലീഡിങ് ഹെവി ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ? ഒരു മുഴ അല്ലേ, ഗർഭാശയത്തിൽ ഒരു മുഴ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ഈ ബ്ലീഡിങ് ഹെവി ആവുന്ന കേസുകളൊക്കെ തന്നെ നമ്മൾ എടുത്തു നോക്കി ഒരു സ്കാൻ എടുത്താലും നമുക്ക് അവിടെ ഒരു ഗർഭാശയ മുഴയുടെ സാന്നിധ്യം കാണാറുണ്ട്. അപ്പോൾ ഈ മുഴ പേടിക്കേണ്ട ഒന്നാണോ? ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ഇത് പെട്ടെന്ന് മാറുന്നതാണോ? ഇതിന് സർജറി നിർബന്ധമാണോ? ഇത് ഏതെല്ലാം ടൈപ്പ് മുഴകളുണ്ട്? ഏതിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്? ഏത് പ്രായമാണ് ഇതിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നല്ല ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഫൈബ്രോയിഡ് മുഴ എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു വിഷയമല്ല. പലരും വളരെ പേടിയോടെ വളരെ ടെൻഷനോടെയാണ് വരിക. പക്ഷേ ഒരു 6 വർഷം മുന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മുഴയ്ക്കൊക്കെ ടെൻഷൻ അടിച്ച ആൾക്കാർ വരുമായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പോപ്പിയിൽ വരുമ്പോൾ വലിയ വലിയ മുഴകൾ, അല്ലെങ്കിൽ ഹെവി ഫ്ലോ ഉള്ളത്, നല്ല വേദനയുള്ളത്, അല്ലെങ്കിൽ മൂത്രം പോവാത്ത അവസ്ഥകൾ, മലം പോവാത്ത അവസ്ഥകൾ, ഇത്തരം കേസുകളിലാണ് സ്ത്രീകൾ വരുന്നത്. കാരണം ഇന്ന് ഏറെക്കുറെ സ്ത്രീകൾക്ക് മനസ്സിലായി ചെറിയ മുഴകൾ വലിയ കുഴപ്പക്കാരല്ല. ചെറിയ മുഴകൾ എന്ന് ഞാൻ പറയുന്നില്ല, ചില മുഴകൾ എന്നേ പറയാൻ പറ്റൂ. ചെറുതും വലുതും വ്യത്യാസമൊന്നുമില്ല. ലക്ഷണങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു സ്ത്രീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു മുഴ ഹെവി ഫ്ലോ ഉണ്ടാക്കാം. എന്നാൽ 10-15 സെൻറ്റിമീറ്റർ ആയിട്ടും യാതൊരു ലക്ഷണവും ഉണ്ടാക്കാത്ത മുഴകളുണ്ട്. അത്തരം മുഴകൾ സ്ത്രീകൾ തിരിച്ചറിയുന്ന പലപ്പോഴും വയറ് നന്നായിട്ട് വീർത്ത് വരുന്ന സമയത്താണ്. ഗർഭിണി ആവുന്ന രീതിയിൽ ഒരു വയറിന് വീർത്ത് വരുന്നു, എക്സസൈസ് ചെയ്തിട്ടും കുറയുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു ഡോക്ടർ കാണുമ്പോൾ സ്കാൻ പറയും. ഒരിക്കലും ഒരു മുഴ വെറുതെ പോയി അനലൈസ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടാവാം. അപ്പം ഭൂരിഭാഗം കേസുകൾ, ഒരു 70% കേസുകളും ലക്ഷണങ്ങളുണ്ടാവും. ചില 30% കേസുകളിൽ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെ മുഴ വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുഴ ഉണ്ടാവാനുള്ളൊരു കാരണം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഗർഭാശയത്തിൽ മുഴ ഉണ്ടാവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈസ്ട്രജൻ എന്ന ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു 15 വയസ്സ് തൊട്ട് ഒരു 55 വയസ്സ് വരെ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോൺ വളരെയധികം ഉണ്ടാകുന്ന ഒരു പീരീഡ്, അഥവാ ഗർഭിണിയാവാൻ സാധ്യതയുള്ള ഒരു പീരീഡ്, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് നമ്മളതിന് പറയുന്നത്. ഈ ഗ്രൂപ്പിൽ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഈസ്ട്രജൻ്റെ എക്സ്പോഷർ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഫൈബ്രോയിഡ് വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈസ്ട്രജൻ്റെ എക്സ്പോഷർ കുറയുമ്പോൾ ഫൈബ്രോയിഡ് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ എത്രത്തോളം നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നോ അത്രയും നാൾ വളരാനും ഉണ്ടാവാനും സാധ്യതയുള്ള ഒന്നാണ് ഫൈബ്രോയിഡ്. പാരമ്പര്യ ഘടന ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഘടകം അതിലുണ്ട്. കാരണം ഇപ്പം നിങ്ങളുടെ മദറിനുണ്ട്, ഗ്രാൻഡ് മദറിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ ഡെഫിനറ്റ്ലി സാധ്യതയുണ്ട്. അതുപോലെ ഫാമിലിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഡയബറ്റിസ് അങ്ങനെയൊക്കെ സാധ്യതകളുള്ളവർക്കും പിന്നീട് ഫൈബ്രോയിഡ് വരുന്നത് കണ്ടിട്ടുണ്ട്. യൂട്രൈൻ ലൈനിങ്ങിൽ ഉള്ളിൽ ഫൈബ്രോയിഡ് വരാം. യൂട്രസിൻ്റെ ഭിത്തിയിൽ മസിൽ ലെയറിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈബ്രോയിഡ്സ് ഉണ്ട്. അതുപോലെ സബ്സിറോസൽ ഫൈബ്രോയിഡ്, ഗർഭപാത്രത്തിന് പുറത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സും വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ എന്തിനാണ് ഡോക്ടർ സർജറി അനിവാര്യം എന്ന് ചോദിക്കുകയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും നിങ്ങൾക്കുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ സൈസ് നമ്മൾ കൊടുക്കുന്ന മരുന്നിന് അതിൽ കൂടുതൽ പെട്ടെന്ന് വളർന്നു വരികയാണെങ്കിലും ചിലപ്പോൾ സർജറി ആവശ്യമായിട്ട് വരും. എന്നാൽ നിങ്ങൾക്ക് ലക്ഷണങ്ങളുണ്ട്, നിങ്ങൾക്ക് ബ്ലീഡിംഗ് ആണ് പ്രശ്നം, ഹെവി ഫ്ലോ ആണ്, അല്ലെങ്കിൽ ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ്, ഒരു ബ്ലീഡിങ്ങിൻ്റെ മറ്റേ ബ്ലീഡിങ്ങിൻ്റെ ഇടയിൽ പല ദിവസങ്ങളിലായിട്ട് സ്പോട്ടിംഗ് ആയിട്ട് ബ്ലഡ് കാണുകയാണ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിനുണ്ടാവുന്ന മേജർ ലക്ഷണങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. ഒന്ന്, ഹെവി ഫ്ലോ. ഞാൻ പറഞ്ഞ പോലെ 15-20 ദിവസം വരെ ഹെവി ഫ്ലോ ഉണ്ടാവാം. രണ്ടാമത്തത്, നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം, മലം പോവാൻ പ്രയാസം ഉണ്ടാവാം, മലബന്ധം പോലെ, കോൺസ്റ്റിപ്പേഷൻ പോലെ വരാം, മൂത്ര തടസ്സങ്ങൾ ഉണ്ടാവാം, മൂത്രം ഇറ്റിറ്റായി പോകുന്ന പ്രശ്നം, കുറച്ച് പോകുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നു, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ സസ്പെക്ട് ചെയ്യേണ്ടത് ഫൈബ്രോയിഡ് ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. പിന്നെ രാത്രിയൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ബന്ധപ്പെടാൻ പ്രയാസം ഉണ്ടാവും, ബന്ധപ്പെടുമ്പോൾ ചില ആൾക്കാരിൽ പെയിൻ അനുഭവപ്പെടും, വയറ് വീർത്ത പോലെ തോന്നും, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അഥവാ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയായാലും വയറിലൊരു ചെറിയ പ്രഷർ വരുന്നൊരു പ്രയാസങ്ങളാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ, ഒരു പകൽ മൊത്തം മൂത്രം ഒഴിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ബ്ലാഡറിൽ പ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻ്റർവെൻഷൻ വേണ്ടി വരും, ചിലപ്പോൾ ട്യൂബ് ഇട്ട് ഡ്രെയിൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സർജറി ആവശ്യമായിട്ട് വരും. ഇങ്ങനെ എമർജൻസി കേസുകൾ നിങ്ങൾ പെട്ടെന്ന് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇപ്പം HB വളരെയധികം കുറയാണ്, നമുക്ക് അയൺ തന്നിട്ടും ബ്ലഡ് കയറ്റിയിട്ടൊന്നും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലീഡിങ് മെഡിസിൻ സ്റ്റോപ്പ് ആവുന്നില്ലെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ഇത്തരം സർജറി ചെയ്ത കേസുകളിലൊക്കെ പിന്നീടും ഫൈബ്രോയിഡ്സ് ഡെവലപ്പ് ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് നിങ്ങളോട് സർജറി റെക്കമെൻഡ് ചെയ്യുന്ന ഡോക്ടർ തന്നെ നിരവധി തവണ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഫൈബ്രോയിഡ്സ് വീണ്ടും
വീണ്ടും വീണ്ടും വരാൻ ടെൻഡൻസി ഉണ്ട്. ചില ബോഡി ടെൻഡൻസി അങ്ങനെയാണ്, നിങ്ങൾക്ക് വീണ്ടും അത് ഡെവലപ്പ് ആവാൻ സാധ്യത അവിടെയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സ്കാൻ സെൻറ്ററിൽ പോയിട്ട് സ്കാൻ എടുത്ത് നിങ്ങൾക്ക് ഫൈബ്രോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താം. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഫൈബ്രോയിഡ് പലതരമുള്ളത്. ഒന്ന് സബ്സിറോസൽ, ഗർഭപാത്രത്തിന് പുറത്ത് വളരുന്ന; ഒന്ന് സബ്മ്യൂക്കോസൽ, ഗർഭപാത്രത്തിനുള്ളിൽ വളരുന്നത്; ഒന്ന് അതിൻ്റെ മസിൽ ലെയറിൽ അഥവാ അതിൻ്റെ ഭിത്തിയിൽ വളരുന്നത്. ഇത്രയും ഫൈബ്രോയിഡുകളുള്ള ഇൻട്രാമ്യൂറൽ എന്ന് അതിന് പറയാം. അപ്പോൾ ഈ ഫൈബ്രോയിഡുകളിൽ തന്നെ ചുരുങ്ങാൻ ഏറ്റവും കൂടുതൽ ബ്ലീഡിങ്ങും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഉള്ളിൽ വളരുന്ന ഫൈബ്രോയിഡാണ്, എൻഡോമെട്രിയൽ ലൈനിങ്ങിലുള്ള അഥവാ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വളരുന്ന ഫൈബ്രോയിഡ്സ്. എന്നാൽ പുറത്ത് വളരുന്ന ഫൈബ്രോയിഡ്സ് കൂടുതൽ പ്രശ്നങ്ങൾ, മറ്റ് അവയവങ്ങൾക്ക് ഒരു പ്രഷർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അത് ഈസ്ട്രോജൻ എക്സ്പോഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഫൈബ്രോയിഡ് അല്ല. ഉള്ളിൽ വളരുന്നതും ഭിത്തിയിലുള്ളതൊക്കെ ഈസ്ട്രോജൻ കുറയുമ്പോൾ അങ്ങ് ചുരുങ്ങുമെങ്കിൽ ഇത് മെനപ്പോസ് കഴിഞ്ഞാലും സബ്സിറോസൽ ഫൈബ്രോയിഡ്സ് ചിലപ്പോൾ ചുരുങ്ങാൻ സാധ്യതയില്ല. അപ്പം മെനപ്പോസ് കഴിഞ്ഞിട്ടും ചുരുങ്ങാത്ത ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ നാൾ ശരീരത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതാവില്ല. ഇപ്പോൾ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് 3 കാറ്റഗറിയിൽ നമ്മൾ തിരിച്ചു. ഇതിനെന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് നോക്കാം. ഫൈബ്രോയിഡിന് ബേസിക്കലി ഹോമിയോപ്പതിയിൽ നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഫൈബ്രോയിഡ് ചുരുങ്ങാനുള്ള മെഡിസിൻസ് ഉണ്ടാവും. ഒപ്പം പേഷ്യൻറ്റിന് എന്താണോ ഡിഫിക്കൽറ്റി, ബ്ലീഡിംഗ് ആണോ, പെയിൻ ആണോ, ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ രീതിയിലാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഫൈബ്രോയിഡിന് എപ്പോഴും ഒരു 3 മാസത്തെ കോഴ്സ് ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പേഷ്യൻറ്റ് ബെറ്റർ ആണെങ്കിൽ നമുക്ക് സ്കാൻ എടുത്തിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എത്രത്തോളം ചുരുക്കം വന്നിട്ടുണ്ട്, എത്ര നാളിനി മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ അത് വെച്ചിട്ടാണ് നോക്കുന്നത്. ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമല്ല. സ്ത്രീകൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. പലതും തിരിച്ചറിയാറില്ല, ചിലർ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, ചിലർ പിന്നീട് വളരാതെ ഇരിക്കും. അങ്ങനത്തെ കേസുകളിലൊന്നും നമുക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. ചിലരൊക്കെ ഫൈബ്രോയിഡ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു തവണ അവർ റിസൾട്ടായിട്ട് വന്ന് 2 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ഫൈബ്രോയിഡ് ഉണ്ട്, പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, പേഷ്യൻ്റ് സിംറ്റം ഇല്ല, അവരുടെ 6 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒരു സ്കാൻ എടുക്കാൻ പറയും. 6 മാസം കഴിഞ്ഞിട്ട് അത് അതേപോലെ നിൽക്കുകയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഇതിനാവശ്യമില്ല. പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ വലിയ മുഴയാണ്, എന്തോ പ്രശ്നമാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതുപോലെ ഫൈബ്രോയിഡ് ഗർഭധാരണത്തിനൊരു തടസ്സമല്ല, പക്ഷേ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അതിനാവശ്യമായിട്ട് വരും. ഫൈബ്രോയിഡ് ഗ്രോത്ത് പെട്ടെന്ന് കൂടാനൊരു സാധ്യത ഗർഭാവസ്ഥയിലുണ്ട്. ആ ടൈമിൽ വളരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചെറിയ ഫൈബ്രോയിഡുകൾക്കോ അല്ലെങ്കിൽ ട്യൂബിനോ മറ്റ് എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ നല്ല രീതിയിലൊക്കെ കവർ ചെയ്യാത്ത ഫൈബ്രോയിഡുകൾ ഒരിക്കലും ഗർഭധാരണത്തിനെ ബാധിക്കില്ല, ഇംപ്ലാന്റേഷനെ ബാധിക്കുന്ന ഒന്നല്ല. ഇനി ഫൈബ്രോയിഡിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റ് ഉണ്ടോ ഡോക്ടറെ കൃത്യമായിട്ട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വർക്കൗട്ട്. ഇതിപ്പോൾ നമ്മൾ ഫൈബ്രോയിഡിന് മാത്രമല്ല പറയുന്നത്, ജനറലി ഇപ്പം നമ്മൾ കണ്ടുവരുന്ന എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും ഇത് അനിവാര്യമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വർക്കൗട്ട് വേണം. ഷുഗർ കട്ട് ഉള്ള ഡയറ്റാണ് പലരും ഇന്ന് ഫോളോ ചെയ്യുന്നത്. അതുപോലെ പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക, സോഡ ടൈപ്പ് ഫുഡ്, സ്നാക്സ്, ബിവറേജസ് പുറത്തുനിന്ന് വാങ്ങുന്നത് ഇതെല്ലാം മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുക. ക്യാനിൽ വാങ്ങുന്ന ജ്യൂസസ് കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഇതിന് നല്ലത്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. ഇലക്കറികൾ ധാരാളം കഴിക്കാം. ഫ്രൂട്ട്സും പച്ചക്കറിയും മുട്ടയും ഒക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. മറ്റുള്ള പാല് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ പാൽ ആസ്വദിച്ച് കുടിക്കുന്നത് കുറച്ച് ഒഴിവാക്കുന്നതാവും നല്ലത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഒരു സൂംബയോ എയറോബിക്സോ എന്തെങ്കിലും ഒരു 1 hour എക്സസൈസ് ഡെയിലി, ആ സെഡൻറ്ററി ലൈഫ് ഒന്ന് ഒഴിവാക്കിയിട്ട് ആ ഒരു 1 hour എക്സസൈസ് ഉള്ളത് നല്ലതാണ്. സ്ത്രീകൾക്ക് എപ്പോഴും ഹോർമോണാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സ് വളരെയധികം കുറക്കണം. അനാവശ്യമായ ചിന്തകൾ, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും രോഗമാവോ, ഇതെന്തിലേക്കെങ്കിലും മാറുമോ എന്നുള്ള ചിന്തകൾ നമ്മുടെ ഹോർമോൺസിനെ വീണ്ടും ഈ രോഗം കൂട്ടാനായിട്ട് പ്രേരിപ്പിക്കുകയുള്ളൂ. നമുക്കെപ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പി ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോഴും അതിൻ്റേതായ ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അനാവശ്യ സ്ട്രെസ്സുകൾ എടുത്ത് തലയിൽ ഇടാതിരിക്കുക. അപ്പോൾ ഈ രോഗത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.